2025 IPL മുന്നോടിയായിട്ട് മെഗാ ഓപ്ഷൻ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ മെഗാ ഓപ്ഷനിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഫോക്കസ് ചെയ്യേണ്ടുന്ന അല്ലെങ്കിൽ ബിഡ് ചെയ്യേണ്ടുന്ന ചില ബോളേഴ്സിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അത്തരത്തിലൊരു 10 ബോളേഴ്സിനെ കുറിച്ച് നമ്മൾ ഈ വീഡിയോയിൽ പറയും. അതിന് മുന്നോടിയായിട്ട് മെഗാ ഓപ്ഷനെ കുറിച്ച് 1-2 കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. CSKയുടെ നിലവിലുള്ള ബോളിംഗ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ബോളിംഗ് ഈ അടുത്ത ഇടയായിട്ട് വളരെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഏത് ബാറ്റ്സ്മാന് വേണമെങ്കിലും വന്നിട്ട് കൊട്ടിയിട്ട് പോകാൻ കഴിയുന്ന ചണ്ടകളായിട്ട് CSKയുടെ ബോളേഴ്സ് മാറിക്കഴിഞ്ഞു. നമുക്കതിൽ ഓരോ ബോളേഴ്സിനായിട്ട് എടുത്ത് പരിശോധിക്കാം. അതിലൊന്ന് ദീപക് ചഹാർ. അദ്ദേഹം CSKയ്ക്ക് വേണ്ടി ഒരുപാട് തവണ നല്ല പെർഫോമൻസുകൾ കാഴ്ചവെച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ എന്ന് പറയുമ്പം അദ്ദേഹം ഒരുപാട് ഇഞ്ചുറികളാൽ കഷ്ടപ്പെടുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. മാത്രമല്ല ആ ഇഞ്ചുറിയിൽ നിന്നൊക്കെ റിക്കവറായി അദ്ദേഹം ഓരോ തവണ വരുമ്പോൾ തോറും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ലെവൽ എന്ന് പറയുന്നത് താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് പവർ പ്ലേകളിൽ വിക്കറ്റ് എടുക്കുക എന്നുള്ളതായിരുന്നു. അതായത് അല്പം സ്വല്പം എക്സ്പെൻസീവ് ആവുമെങ്കിൽ പോലും പവർ പ്ലേകളിൽ കൃത്യമായ സമയത്ത് ടീമിന് വേണ്ടി വിക്കറ്റ് എടുത്തു കൊടുക്കാൻ ദീപക് ചഹാറിന് സാധിച്ചിരുന്നു. മാത്രമല്ല നല്ല രീതിയിൽ ബോൾ സ്വിങ് ചെയ്യിപ്പിക്കാനും കഴിയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് അദ്ദേഹത്തിന് ആ സ്വിങ്ങിങ് ക്യാപ്പബിലിറ്റി എവിടെയോ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല പവർ പ്ലേകളിലും നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ ദീപക് ചഹാറിന് കഴിയുന്നില്ല. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് തുഷാർ ദേശ്പാണ്ഡെ. അദ്ദേഹം CSKയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, നമുക്ക് ആർക്കും അദ്ദേഹത്തെ പറ്റി വലിയ ധാരണകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഓരോ മാച്ച് കഴിയും തോറും അദ്ദേഹത്തിൻ്റെ ബോളിംഗ് പെർഫോമൻസ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്. മറ്റൊരു പ്ലെയറാണ് മുസ്തഫിസുർ റഹ്മാൻ. അദ്ദേഹം ചെന്നൈയിലെ പിച്ചുകൾ വളരെ എഫക്റ്റീവായി കാണപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഹോം ഗ്രൗണ്ട് വിട്ടു പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊരു താരമാണ് ഷർദുൽ താക്കൂർ. അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് എക്സ്പെൻസീവ് ആവുമെങ്കിൽ പോലും വിക്കറ്റുകൾ കൃത്യസമയത്ത് ടീമിന് എടുത്തു കൊടുത്തിരുന്നു ഒരു കാലഘട്ടത്തിൽ. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വിക്കറ്റുകൾ അത്രയധികം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ഒരാളെ എക്സ്പെൻസീവ് ആകുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടെന്ന് പറയുന്ന പോലെ ആ പരിധികളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഷർദുൽ താക്കൂറിൻ്റെ ഒരു പ്രകടനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് മഹേഷ് തീക്ഷണ. അദ്ദേഹം ഒരു മിസ്റ്ററി സ്പിന്നർ എന്നൊക്കെയാണ് അറിയപ്പെടുന്നതെങ്കിൽ പോലും അദ്ദേഹത്തിന് കാര്യമായ രീതിയിൽ മറ്റ് സ്പിന്നേഴ്സ് CSKയിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് പലപ്പോഴും അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് പ്ലേയിങ് 11-ൽ സ്ഥാനമില്ലാത്തൊരു താരം കൂടിയാണ് മഹേഷ് തീക്ഷണ എന്ന് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ സീസണിലാണെങ്കിൽ പോലും അദ്ദേഹം എത്ര മാച്ചുകൾ കളിച്ചിട്ടുണ്ടെന്നുള്ളത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ മിച്ചൽ സാറ്റ്നർ. ഇപ്പം ഓൾറെഡി ജഡേജ ടീമിലുണ്ട്, അതോടൊപ്പം തന്നെ മഹേഷ് തീക്ഷണയുണ്ട്. പിന്നെയും സാറ്റ്നറെ ടീമിൽ നിലനിർത്തിയത് മിക്കവാറും കോച്ച് സ്റ്റീഫൻ ഫ്ലെമിങ്ങിൻ്റെ ഒരു സ്വജനപക്ഷപാതത്തിൻ്റെ പരമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. കാരണം ഒരുപാട് ന്യൂസിലൻഡ് പ്ലേയേഴ്സിനെ അദ്ദേഹം ടീമിൽ ആവശ്യത്തിനും അനാവശ്യത്തിനൊക്കെ എടുത്തു കൂട്ടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മറ്റൊരു താരമാണ് സിമർജിത് സിംഗ്. അദ്ദേഹത്തെ പറ്റി കൂടുതലൊന്നും നമുക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല, കാരണം വളരെ കുറച്ച് മാച്ചുകൾ മാത്രമേ അദ്ദേഹം കളിച്ചിട്ടുള്ളൂ. അപ്പം ഈ ബോളേഴ്സിനൊക്കെ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിലൊരു എക്സെപ്ഷൻ എന്ന് പറയുന്നത് മദീഷ പതിരാന മാത്രമാണ്. അദ്ദേഹം മാത്രമാണ് കുറച്ചുകൂടി ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ബോളിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നതും പല മാച്ചുകളും അദ്ദേഹമാണ് ടീമിനെ ജയിപ്പിക്കുന്നതും. CSK മാനേജ്മെൻറ്റിനെ പറ്റിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അവർ മാക്സിമം ഇപ്പോൾ ഏതോ മെഗാ ഓപ്ഷൻ ആണെങ്കിലും ശരി മിനി ഓപ്ഷൻ ആണെങ്കിലും ശരി തങ്ങളുടെ തന്നെ ടീമിൽ മുമ്പ് കളിച്ചിട്ടുള്ള പ്ലെയേഴ്സിന് വേണ്ടിയിട്ട് കൂടുതൽ ബിഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു പഴയ ടീമിനെ തന്നെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാനായിരിക്കും എപ്പോഴും CSK ശ്രമിക്കാറുണ്ടായിരുന്നത്. പക്ഷേ ഈ തവണ അതിലൊരു മാറ്റം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ CSKയുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് അപകടത്തിലാണ്. കാരണം ഇത്തരത്തിലുള്ള പ്ലെയേഴ്സിനെ റീറ്റെയിൻ ചെയ്തതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ഗുണവും CSKയ്ക്ക് ലഭിക്കാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് മുസ്തഫിസുർ റഹ്മാൻ. അദ്ദേഹം ഓഫ് കട്ടേഴ്സൊക്കെ നല്ല രീതിയിൽ എറിയുമെങ്കിൽ പോലും അദ്ദേഹത്തെ സംബന്ധിച്ചൊരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്തഫിസുർ റഹ്മാൻ IPL കളിക്കാൻ വരുമ്പം അവിടെ ബംഗ്ലാദേശികൾ പറഞ്ഞു നടന്നിരുന്നത് മുസ്തഫിസുർ റഹ്മാനിൽ നിന്ന് നമ്മൾ ടിപ്സും ക്രിക്കറ്റും എല്ലാം നമ്മൾ ഇന്ത്യക്കാർ പഠിക്കുക എന്നുള്ള രീതിയിലാണ് ബംഗ്ലാദേശികൾ അതിനെ കാണുന്നത്. അപ്പോൾ അതിനോടൊന്നും തൽക്കാലം പ്രതികരിക്കാൻ നിൽക്കുന്നില്ല. കാരണം ഇത്തരത്തിലുള്ള ചീപ്പ് വിഷയങ്ങളിലൊന്നും നമ്മൾ പ്രതികരിക്കേണ്ട കാര്യമില്ല. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ആരിൽ നിന്നാണ് ടിപ്പുകളൊക്കെ സ്വീകരിക്കുന്നത് എന്നുള്ളത്. അപ്പം അതവിടെ നിൽക്കട്ടെ. അതുമാത്രമല്ല, ഒരു പ്ലെയറെ സംബന്ധിച്ച് ടീമിന് എപ്പോഴും അവൈലബിൾ ആയിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടീമിന് പോലും അറിയില്ല എപ്പോൾ NOC കൊടുക്കും, NOC കൊടുക്കുകയോ ഇല്ലേ എന്നുള്ളത് പോലും. അതുമാത്രമല്ല, അവർക്ക് തോന്നുമ്പോൾ അവർ മുസ്തഫിസുർ റഹ്മാനെ തിരിച്ച് നാട്ടിലേക്ക് വിളിക്കുകയും ചെയ്യും. അപ്പം ടീം ഒരു ക്രൂഷ്യലായിട്ടുള്ളൊരു ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് മുസ്തഫിസുർ റഹ്മാനെ പോലൊരു താരത്തെ അവർ തിരിച്ച് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ലോട്ട് പിന്നീട് ഫില്ല് ചെയ്യുക എന്ന് പറയുന്നത് CSKയെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ അത്രയ്ക്ക് മാത്രം അവൈലബിൾ അല്ലാത്തൊരു പ്ലെയറിനെ ടീമിൽ നിലനിർത്തേണ്ട എന്ന് തന്നെയാണ് ഒരു ആരാധകൻ എന്നുള്ള രീതിയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവരെ ഒന്നും നിലനിർത്തേണ്ട എങ്കിൽ പിന്നെ ആരെയാണ് നിലനിർത്തേണ്ടതെന്നും
ആരെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് ബിഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളുമാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അതിൽ ഒന്നാം സ്ഥാനത്ത് യാതൊരു സംശയവുമില്ല മദീഷ പതിരാന തന്നെയാണ്. ചെന്നൈയുടെ ഒരു ബാക്ക് ബോണായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ബോളറാണ് മദീഷ പതിരാന. ഇനി വേറെ ആരെ റീറ്റൈൻ ചെയ്തില്ലെങ്കിലും ഋതുരാജ് ഗേക്വാദിനെയും മദീഷ പതിരാനയും സർ രവീന്ദ്ര ജഡേജയും ഉറപ്പായിട്ട് നമ്മൾ റീറ്റൈൻ ചെയ്യും. MSDയുടെ കാര്യം അദ്ദേഹം കളിക്കുമോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ്. അത് നമുക്ക് അദ്ദേഹത്തിലേക്ക് തന്നെ വിടാം. CSK ഇത്തവണത്തേക്ക് വേണ്ടി മാത്രമല്ല ഒരു ദീർഘകാലത്തേക്കുള്ള ഒരു ഡെപ്പോസിറ്റായിട്ട് മദീഷ പതിരാനെ കാണണം. അദ്ദേഹത്തിന് ആ രീതിയിൽ ട്രീറ്റ് ചെയ്ത് ടീമിൽ നിലനിർത്തേണ്ടത് CSK മാനേജ്മെൻറ്റിൻ്റെ ആവശ്യമാണ്. അപ്പോൾ പതിരാന എന്തായാലും അവിടെ ഒന്നാം സ്ഥാനത്ത് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി രണ്ടാമത് CSK ബിഡ് ചെയ്യേണ്ടുന്നൊരു താരം എന്ന് പറയുന്നത് ടി നടരാജനാണ്. അദ്ദേഹം നമുക്കറിയാം ഇപ്പോൾ നിലവിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ലെഫ്റ്റ് ആം മീഡിയം പേസറാണ്. നല്ല രീതിയിൽ യോർക്കറുകൾ എറിയാൻ കപ്പാസിറ്റി ഉള്ളൊരു പ്ലെയറാണ്. മാത്രമല്ല ചെന്നൈ സൂപ്പർ കിങ്സ് എപ്പോൾ പുതിയൊരു ടീമിനെ കൊണ്ടുവന്നാലും അവിടെ ലോക്കലായിട്ട് തമിഴ്നാട്ടിലുണ്ടാകുന്നൊരു വിഷയം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്നൊരു പ്ലെയറെ ചെന്നൈ മാനേജ്മെൻറ്റ് എടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം ആ ഒരു തരത്തിലുള്ള അലിഗേഷനുകളൊക്കെ ഒരു മറുപടി ആയിട്ട് കൂടി ടി നടരാജനെ ടീമിലേക്ക് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് സാധ്യമാകും. രണ്ടാമത്തെ പ്ലെയർ എന്ന് പറയുന്നത് ഭുവനേശ്വർ കുമാറാണ്. അദ്ദേഹം നമുക്കറിയാം വളരെയധികം നല്ല രീതിയിൽ ബോൾ സ്വിങ് ചെയ്യിപ്പിക്കാൻ കഴിയുന്ന, പവർ പ്ലേ നല്ല രീതിയിൽ എറിഞ്ഞ് തീർക്കാൻ കഴിയുന്ന ഒരു പ്ലെയറാണ് ഭുവനേശ്വർ കുമാർ. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു നമ്മുടെ ദീപക് ചഹാറിനെ ഇനി വീണ്ടും ടീമിലേക്ക് എടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്നുള്ളത്. അപ്പം ആ ഒരു സ്ലോട്ടിലേക്ക് കൃത്യമായിട്ട് ഫിറ്റാകുന്ന വേറൊരു താരം എന്ന് പറയുന്നത് ഭുവനേശ്വർ കുമാറാണ്. അദ്ദേഹത്തിന് 34 വയസ്സുണ്ട്. മാത്രമല്ല വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയറാണ്. ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുള്ള പ്ലെയറാണ്. അപ്പോൾ അദ്ദേഹത്തെ ടീമിലേക്ക് എത്തിക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ CSKയുടെ ബോളിംഗ് ഒന്നുകൂടി മൂർച്ച കയറുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി നമുക്ക് നാലാമത്തെ പ്ലെയറിലേക്ക് പോകാം. അപ്പോൾ ഈ നാലാമത്തെ പ്ലെയർ എന്ന് പറയുന്നത് കുറച്ചധികം അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. അതായത് അദ്ദേഹം നല്ല രീതിയിൽ IPL പെർഫോം ചെയ്യുന്നുണ്ടെങ്കിലും ഇന്ത്യക്ക് വേണ്ടി അത്രയധികം അവസരങ്ങളൊന്നും കിട്ടാത്ത ഒരു പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ പേര് സന്ദീപ് ശർമ്മ. അദ്ദേഹം നിലവിൽ സഞ്ജു സാംസൻ്റെ കീഴിൽ രാജസ്ഥാൻ റോയൽസിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. 31 വയസ്സ് പ്രായമുണ്ട് സന്ദീപ് ശർമ്മയ്ക്ക്. പക്ഷെ നല്ല രീതിയിൽ ഡെത്ത് ഓവേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ കൈകാര്യം ചെയ്യാനുള്ള ശേഷി സന്ദീപ് ശർമ്മയ്ക്കുണ്ട്. അത് നമ്മൾ മുമ്പ് പലപ്പോഴായിട്ട് IPL കണ്ടിട്ടുള്ളതുമാണ്. പോരാത്തതിന് സന്ദീപ് ശർമ്മയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള വേരിയേഷൻസാണ്. നമുക്കറിയാം സന്ദീപ് ശർമ്മ അങ്ങനെ വലിയ രീതിയിൽ ഒരു 150, 145 ആ ഒരു റേഞ്ച് സ്പീഡിൽ എറിയാൻ കഴിയുന്ന ഒരു താരമല്ല. പക്ഷേ എന്നിരുന്നാൽ കൂടി അദ്ദേഹത്തിൻ്റെ കയ്യിൽ മികച്ച വേരിയേഷൻസ് ഉണ്ട്. ആ വേരിയേഷൻസ് വെച്ച് തന്നെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് അദ്ദേഹം കാഴ്ചവെക്കാറുമുണ്ട്. അപ്പം ഒരു ബോളറെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വേരിയേഷൻസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഒരു ബാറ്റ്സ്മാൻ നല്ല ഫോമിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരൊരു ഓവർ എറിയാൻ വേണ്ടി ഒരു ബോളർ വരുന്നു. അപ്പം ഈ ബാറ്റ്സ്മാൻ തീർച്ചയായിട്ടും അടുത്ത ബോളർ എറിയാൻ പോകുന്ന ബോളുകൾ ഏതൊക്കെയാണെന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യും. എന്നിട്ട് ഫീൽഡേഴ്സ് ഏതൊക്കെ ഭാഗത്താണെന്നുള്ളത് നോക്കിയിട്ട് ഏത് ഷോട്ട് കളിക്കണം എന്നുള്ളത് തീരുമാനിക്കും. അതിന് ബാറ്റ്സ്മാനെ സഹായിക്കുന്നതെന്ന് പറയുന്നത് ബോളർ എറിയാൻ പോകുന്ന ലെങ്ത്ത് ആൻഡ് ലൈന്, ഈ രണ്ട് കാര്യങ്ങളും ഏതായിരിക്കും എന്നുള്ളതും ഏത് വേരിയേഷനായിരിക്കും ബോളർ എറിയുക എന്നുള്ളതും ബാറ്റ്സ്മാൻ ഓൾറെഡി കണക്കൂട്ടി വയ്ക്കും. അങ്ങനെയാണ് ഈ സ്കൂപ്പ് ഷോട്ട്, സ്വീപ്പ് ഷോട്ട്, റിവേഴ്സ് സ്വീപ്പ് ഇതൊക്കെ ബാറ്റ്സ്മാൻ കളിക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഒരു ബോളറെ സംബന്ധിച്ച് ഈ ബാറ്റ്സ്മാൻ്റെ ഈ പ്രഡിക്ഷൻസിനെ മുഴുവൻ തെറ്റിച്ചുകൊണ്ട് ബോൾ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് യഥാർത്ഥത്തിൽ ഒരു ബോളറുടെ മികവ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് വെളിവാക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്. ആ തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സന്ദീപ് ശർമ്മ വളരെ മികച്ച ഒരു ബോളറാണ്. ഇപ്പം ഒരു ടീമിന് എത്ര പ്ലെയേഴ്സിനെ റീറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ട് ആധികാരികമായിട്ടൊരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടില്ല. അപ്പം ഇൻ കേസ് സന്ദീപ് ശർമ്മ മെഗാ ഓപ്ഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ CSK തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ബിഡ് ചെയ്യേണ്ടതുണ്ട്. നല്ല എക്സ്പീരിയൻസ് ഉള്ള താരം കൂടിയാണ് സന്ദീപ് ശർമ്മ. അടുത്ത താരമാണ് നമ്പർ 5 ചേതൻ സക്കറിയ. നിലവിൽ അദ്ദേഹം KKRന് വേണ്ടിയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു ലെഫ്റ്റ് ആം മീഡിയം പേസറാണ്. വെറും 26 വയസ്സ് മാത്രമേ അദ്ദേഹത്തിന് പ്രായമുള്ളൂ. നല്ല രീതിയിൽ വേരിയേഷൻസ് അദ്ദേഹത്തിനും വശമുണ്ട്. ഇതിനേക്കാളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം KKRൽ കളിക്കുന്നത് വെറും 50 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഈ തരത്തിൽ ഒരു ലോ ബഡ്ജറ്റിൽ എടുക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഒരു ലോ ബിഡിങ്ങിൽ എടുക്കാൻ കഴിയുന്നൊരു പ്ലെയറാണ് ചേതൻ സക്കറിയ. അതായത് ചെന്നൈയെ സംബന്ധിച്ച് ഇപ്പം എത്ര റീറ്റെൻഷൻസ് നമുക്ക് അവൈലബിൾ ആകുമെന്ന് അറിയില്ല. എത്ര അവൈലബിൾ ആയാലും അത് മുഴുവൻ യൂസ് ചെയ്യാനുള്ള ഒരു സാധ്യത ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ നമ്മുടെ പേഴ്സ് എമൗണ്ട് അതിനനുസരിച്ച് കുറവായിരിക്കും. അപ്പോൾ ഈ തരത്തിൽ റേറ്റ് കമ്മിയുള്ള എന്നാൽ നല്ല രീതിയിൽ കളിക്കുന്ന പ്ലെയേഴ്സിനെ ടീമിലേക്ക് എത്തിക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ പോരാത്തതിന് വളരെ യങ്ങായിട്ടുള്ളൊരു പ്ലെയറും കൂടിയാണ്.
അപ്പോൾ ദീർഘകാലത്തേക്ക് ചെന്നൈ സൂപ്പർ കിങ്സിൽ കളിക്കാൻ ഒരു വലിയ ഫ്യൂച്ചർ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു താരമാണ് ചേതൻ സക്രിയ. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള പ്ലേയേഴ്സിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ബാക്കി എമൗണ്ട് നമുക്ക് നല്ല ബാറ്റ്സ്മാൻമാർക്ക് വേണ്ടിയിട്ട്, വിദേശ ബാറ്റർമാർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അടുത്തൊരു താരം എന്ന് പറയുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിനെന്ന് മാത്രമല്ല എല്ലാവർക്കും വളരെ സുപരിചിതനായിട്ടുള്ളൊരു താരമാണ്. നമ്പർ 6 ആർ അശ്വിൻ. 37 വയസ്സ് പ്രായമുള്ള വളരെ എക്സ്പീരിയൻസുള്ള ഒരു പ്ലെയറാണ് ആർ അശ്വിൻ. റൈറ്റ് ആം ഓഫ് സ്പിന്നറാണ്. അശ്വിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം ചെന്നൈക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാലം കളിച്ചൊരു പ്ലെയർ കൂടിയാണ്. അപ്പം ചെന്നൈയുടെ ഒരു ഫാമിലി എൻവയോൺമെൻറ്റിൽ അദ്ദേഹം കറക്റ്റായിട്ട് ജെല്ലായിട്ട് വർക്ക് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കും. അതുകൊണ്ട് തന്നെ ആർ അശ്വിനാണ് ഒരു മികച്ച ഓപ്ഷൻ. ഇനി ആർ അശ്വിനോടൊപ്പം തന്നെ വേറൊരു പ്ലെയറും കൂടി, ഒരു സ്പിൻ ഓപ്ഷനും കൂടി വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഡെഡ്ലി കോംബോ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. 7ാമത്തെ പ്ലെയർ വാനിന്ദു ഹസരംഗ. 26 വയസ്സ് മാത്രം പ്രായമുള്ള പ്ലെയറാണ് വാനിന്ദു ഹസരംഗ. റൈറ്റ് ആം ലെഗ് സ്പിന്നാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഗൂഗിളിയാണ്. നിലവിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കളിക്കുന്നത്. മെഗാ ഓപ്ഷനിൽ തീർച്ചയായിട്ടും വരാൻ ഏറെ സാധ്യതയുള്ള, ഒരു 100% തന്നെ സാധ്യത ഉള്ളൊരു പ്ലെയറാണ് വാനിന്ദു ഹസരംഗ. കാരണം സൺറൈസേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് നിലനിർത്തേണ്ട പ്ലെയേഴ്സ് അത്രയും അധികമാണ്. ഇപ്പോൾ ട്രാവിസ് ഹെഡ് ഉണ്ട്, അഭിഷേക് ശർമ്മ ഉണ്ട്, പാറ്റ് കമ്മിൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള പ്ലെയേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ വാനിന്ദു ഹസരംഗ ഓപ്ഷനിൽ ഉറപ്പായിട്ടും ലഭ്യമായിരിക്കും. അങ്ങനെ ലഭ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും CSK മാനേജ്മെൻറ്റ് ബിഡ് ചെയ്യേണ്ടുന്നൊരു പ്ലെയറാണ് വാനിന്ദു ഹസരംഗ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ അശ്വിനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, അശ്വിനോടൊപ്പം വാനിന്ദു ഹസരംഗയും കൂടി ടീമിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ബാറ്റിംഗ് ഡെപ്ത് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. കാരണം അശ്വിനാണെന്നുണ്ടെങ്കിലും വാനിന്ദു ഹസരംഗയാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ ബോൾ ചെയ്യുന്നു മാത്രമല്ല, നല്ല രീതിയിൽ ലോവർ ഓർഡറുകളിലൊക്കെ ബാറ്റ് ചെയ്യാനും കെൽപ്പുള്ള പ്ലെയേഴ്സാണ്. മാത്രമല്ല അശ്വിനെ സംബന്ധിച്ച് അദ്ദേഹം ലോവർ ഓർഡറിലും മാത്രമല്ല, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മിഡിൽ ഓർഡർ തകരുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും അദ്ദേഹത്തെ ഇറക്കാൻ സാധിക്കും. അപ്പം ഈ 2 പ്ലെയേഴ്സിനെ ഒരുമിച്ച് ടീമിലേക്ക് എത്തിക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ പോരാത്തിന് ഇവർക്കൊപ്പം ജഡ്ഡു കൂടി സ്പിൻ അറ്റാക്കിലുണ്ട്. അപ്പം 3 സ്പിന്നേഴ്സിനെ വെച്ച് കളിക്കേണ്ടുന്ന സാഹചര്യങ്ങളിൽ അത്തരത്തിൽ നമുക്ക് കളിക്കാൻ സാധിക്കും, പ്രത്യേകിച്ച് ചെപ്പോക്കിൽ കളി വരുമ്പോൾ. അപ്പം ഈ ഒരു കോംബോ എന്ന് പറയുന്നത് IPL ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും മികച്ച ഒരു സ്പിൻ കോംബോ ആയി മാറാൻ വലിയ സാധ്യത ഉണ്ട്. പോരാത്തതിന് ഒരാൾ ലെഫ്റ്റ് ആം ലെഗ് സ്പിന്നാണ് ചെയ്യുന്നത്, ഒരാൾ ഓഫ് സ്പിന്നാണ് ചെയ്യുന്നത്. പോരാത്തതിന് ജഡ്ഡു വിക്കറ്റ് ടു വിക്കറ്റ് കറക്റ്റായിട്ട് ബോൾ ചെയ്ത് പോവുകയും ചെയ്തു. അപ്പോൾ സ്പിന്നിൻ്റെ ഒരു തരത്തിലുള്ള എല്ലാ വേരിയേഷൻസും നമുക്ക് അവിടെ ലഭ്യമാവും ഈ 3 പ്ലെയേഴ്സും ടീമിലുണ്ടെങ്കിൽ. അടുത്ത പ്ലെയർ അദ്ദേഹം ഒരു സ്പിന്നറാണ്. നമ്പർ 8 നൂർ അഹമ്മദ്. അദ്ദേഹം ഒരു ലെഫ്റ്റ് ആം അൺഓർത്തഡോക്സ് സ്പിന്നറാണ്. 19 വയസ്സ് മാത്രം പ്രായമായിട്ടുള്ളൊരു പ്ലെയറാണ്. അതാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നതും. അദ്ദേഹം ഒരു ലെഫ്റ്റ് ആം റിസ്റ്റ് സ്പിന്നറാണ്. ഈ സാധാരണഗതിയിൽ നമുക്കറിയാം മഹേന്ദ്ര സിംഗ് ധോണി ഒരിക്കലും ഒരു റിസ്റ്റ് സ്പിന്നർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മളങ്ങനെ കണ്ടിട്ടില്ല. അധികം ഫിംഗർ സ്പിന്നേഴ്സിനാണ് എന്താ പറയുക മഹേന്ദ്ര സിംഗ് ധോണി കൂടുതൽ അവസരങ്ങൾ കൊടുത്തിട്ടുള്ളതും അത് അവരിലാണ് ഏറ്റവും കൂടുതൽ വിശ്വാസം അർപ്പിച്ചിട്ടുള്ളതും. പക്ഷേ ഇപ്പം എന്താ പറയുക ഒരു തലമുറ മാറ്റത്തിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് CSK മാനേജ്മെൻറ്റും MSD ഒക്കെ ഒന്ന് മാറി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് നൂർ അഹമ്മദ്. കാരണം അദ്ദേഹത്തിൻ്റെ സ്കിൽ എന്താണെന്നുള്ളത് ഓൾറെഡി IPL പ്രൂവ് ചെയ്തിട്ടുള്ളൊരു താരമാണ്. അപ്പം അങ്ങനെ ഒരു സ്പിന്നർ നമ്മുടെ ടീമിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ, ഇതൊക്കെ എല്ലാ സ്പിന്നർമാരും വാരി വലിച്ച് ടീമിലേക്ക് എടുക്കണം എന്നുള്ളതല്ല പറയുന്നത്. ഇപ്പം ഈ പറയുന്നവരിൽ ആരെയൊക്കെ നമുക്ക് ലഭ്യമാകും, നമുക്ക് കിട്ടും എന്നുള്ളത് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരാളെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അടുത്തൊരു ഓപ്ഷനായിട്ട് നമുക്ക് നൂർ അഹമ്മദിനെ പരിഗണിക്കാവുന്നതാണ്. അപ്പം അടുത്ത താരം എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ പേഴ്സണലി പ്രതീക്ഷ വെച്ച് പുലർത്തുന്നൊരു താരമാണ് കാർത്തിക് ത്യാഗി, നമ്പർ 9. അദ്ദേഹത്തിന് വെറും 23 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. നിലവിൽ അദ്ദേഹം ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടിയിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. റൈറ്റ് ആം ഫാസ്റ്റ് ബോളറാണ്. ഫാസ്റ്റ് ബോളർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹയ്യസ്റ്റ് ബോളിംഗ് സ്പീഡ് എന്ന് പറയുന്നത് 153 km/h ആണ്. ഇതിനേക്കാളൊക്കെ ഉപരി അദ്ദേഹത്തിന് ഇപ്പോൾ GT എടുത്തിരിക്കുന്നത് വെറും 60 ലക്ഷം രൂപയ്ക്ക് വേണ്ടി മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് പവർ പ്ലേയിൽ വളരെ മികച്ച രീതിയിൽ ബോൾ ചെയ്യാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിക്കും. മാത്രമല്ല നല്ല രീതിയിലുള്ള സ്പേസ് ജനറേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കും. നല്ല രീതിയിൽ ബോൾ സ്വിങ് ചെയ്യിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. ഇതിനേക്കാളൊക്കെ ഉപരി മികച്ച ആക്യുറസിയുള്ള പ്ലെയറാണ് കാർത്തിക് ത്യാഗി. അപ്പോൾ ഇവിടെയും നമുക്ക് കാർത്തിക് ത്യാഗി, ചേതൻ സക്രിയ ഇവരെയൊക്കെ നമുക്ക് ടീമിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമ്മുടെ പേഴ്സ് എമൗണ്ട് കാലിയാവാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. കമ്പാരിറ്റീവ്ലി മറ്റ് ബോളേഴ്സിനെ അപേക്ഷിച്ച് ഇവർക്ക് നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഉണ്ടെങ്കിൽ പോലും എന്താ പറയുക പേഴ്സ് എമൗണ്ട് അല്ലെങ്കിൽ അവർക്ക് ബിഡ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പോൾ ഇവരെ ടീമിലേക്ക് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് പേഴ്സ് എമൗണ്ട് കാര്യമായിട്ട് കയ്യിൽ വെക്കാനും സാധിക്കും. മറ്റ് വിദേശ ബാറ്റർമാർക്ക് വേണ്ടിയിട്ട് ഇപ്പം ക്ലാസൻ ഉൾപ്പെടെയുള്ളവർ
ഓപ്ഷനിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം രണ്ട് വിദേശ താരങ്ങളെ ആയിരിക്കും മാക്സിമം റിട്ടേൺ ചെയ്യാൻ സാധിക്കാനുള്ള സാധ്യതയുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ക്ലാസനെ ഒരിക്കലും റീറ്റെയിൻ ചെയ്യാനുള്ള സാധ്യത ഇല്ല. കാരണം ട്രാവിസ് ഹെഡ്, പാറ്റ് കമ്മിൻസ് എന്ന 2 പേര് സൺറൈസേഴ്സിലുള്ളത് കൊണ്ട് ഇവർ 2 പേരായിരിക്കും SRHൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. അപ്പം ക്ലാസിനെ പോലുള്ള പ്ലെയേഴ്സൊക്കെ ഓപ്ഷനിലേക്ക് വരുമ്പം അദ്ദേഹത്തിനൊക്കെ ബിഡ് ചെയ്യുമ്പം വളരെ വലിയൊരു എമൗണ്ട് ആയിരിക്കും ബിഡിങ് എമൗണ്ടായിട്ട് വരിക. ഒരുവിധം എല്ലാ ടീമുകളും മത്സരിച്ച് തന്നെ അവർക്ക് ക്ലാസ്സിന് വേണ്ടിയിട്ട് രംഗത്തേക്ക് വരും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഇതുപോലുള്ള പ്ലെയേഴ്സിന് വേണ്ടിയിട്ട് ബിഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പേഴ്സ് എമൗണ്ട് വളരെ അത്യാവശ്യമാണ്. അപ്പം അതിന് കാർത്തിക് ത്യാഗി, ചേതൻ സക്കറിയ പോലെയുള്ള നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്ലെയേഴ്സിനെ, എന്നാൽ നല്ല രീതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്യുന്ന പ്ലെയേഴ്സിനെ ടീമിലേക്ക് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുവഴി നമുക്ക് സാധിക്കും. നമ്പർ 10 കഗീസോ റബാഡ. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ലിസ്റ്റിൽ മദീഷ പതിരാന മാത്രമാണ് ഒരു വിദേശ ഫാസ്റ്റ് ബോളറായിട്ടുള്ളത്. അപ്പം ഈ മദീഷ പതിരാനയ്ക്ക് ഒരു ബാക്കപ്പായിട്ട്, ഇനിയിപ്പോൾ ബാക്കപ്പായിട്ട് എന്നുള്ളത് മാത്രമല്ല, ഇനിയിപ്പോൾ ഞങ്ങൾക്ക് 2 വിദേശ ഫാസ്റ്റ് ബോളേഴ്സിനെ ഒരേ മാച്ചിൽ കളിപ്പിക്കണം എന്നുള്ളൊരു അവസ്ഥ വരികയാണെങ്കിൽ പോലും രണ്ടാമതൊരു ഫാസ്റ്റ് ബോളർ എന്നുള്ള രീതിയിൽ, ഒരു വിദേശ ഫാസ്റ്റ് ബോളർ എന്നുള്ള രീതിയിൽ ഏറ്റവും മികച്ച ഓപ്ഷനാണ് നിലവിൽ കഗീസോ റബാഡ. 29 വയസ്സാണ് അദ്ദേഹത്തിൻ്റെ പ്രായം. നിലവിൽ പഞ്ചാബ് കിങ്സിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്നു. റൈറ്റ് ആം ഫാസ്റ്റ് ബോളറാണ്. മാത്രമല്ല കഗീസോ റബാഡ ഓപ്ഷനിൽ അവൈലബിൾ ആണോ അല്ലേ എന്നുള്ളത് അത് പഞ്ചാബ് കിങ്സിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ പഞ്ചാബ് കിങ്സിനെ പോലുള്ള, ഇപ്പോൾ പഞ്ചാബ് ആണെന്നുണ്ടെങ്കിലും ലക്നൗ ആണെന്നുണ്ടെങ്കിലും ഇവരെയൊക്കെ സംബന്ധിച്ച് മാക്സിമം അധികം ആളുകളെ റീറ്റെയിൻ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കഗീസോ റബാഡ തീർച്ചയായിട്ടും ഓപ്ഷനിൽ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും CSKയ്ക്ക് ഒന്ന് ബിഡ് ചെയ്ത് നോക്കാവുന്ന ഒരു നല്ലൊരു ഓപ്ഷനാണ് കഗീസോ റബാഡ. ഇനി ഇവരെ കൂടാതെ, ഇവരെ ഒന്നും നമ്മളിപ്പോൾ അറിയാം, ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ പ്ലേയേഴ്സിനെയും കിട്ടിക്കൊള്ളുന്നില്ല, ചിലപ്പോൾ ആരെയും കിട്ടാതെ ഇരിക്കാം. അങ്ങനത്തെ ഒരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെന്നൈക്ക് പരിഗണിക്കാവുന്ന 2 പ്ലേയേഴ്സിനെ കൂടി ഞാനിവിടെ പറയുകയാണ്. നമ്പർ 11 രാഹുൽ ചഹർ. അതായത് പഞ്ചാബിൻ്റെ തന്നെ താരമാണ്, ലെഗ് സ്പിന്നറാണ്. 24 വയസ്സ് മാത്രമാണ് പ്രായം. 5.25 കോടി രൂപയ്ക്കാണ് ഇപ്പം നിലവിൽ അദ്ദേഹം പഞ്ചാബിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. നല്ല രീതിയിൽ ലൈൻ ആൻഡ് ലെങ്ത്ത് മെയിൻറ്റെയിൻ ചെയ്ത് അധികം വിട്ടുകൊടുക്കാതെ, റൺസൊന്നും വിട്ടുകൊടുക്കാതെ എറിയാൻ കഴിയുന്നൊരു പ്ലെയറാണ്. ആൻഡ് നമ്പർ 12 ഉമ്രാൻ മാലിക്. ഈ പേര് കേൾക്കുമ്പോൾ പലരും തലയിൽ കൈവയ്ക്കും. കാരണം ഉമ്രാൻ മാലിക്കിനെ പോലും, അദ്ദേഹത്തിൻ്റെ പേസിനെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായമാണെന്നുണ്ടെങ്കിലും പൊതുവേ ബാറ്റ്സ്മാൻമാരെല്ലാവരും എടുത്തിട്ട് അലക്കുന്ന ഒരു പ്ലെയർ കൂടിയാണ് ഉമ്രാൻ മാലിക് എന്ന് പറയുന്നത്. 24 വയസ്സ് മാത്രമേ അദ്ദേഹത്തിന് പ്രായമുള്ളൂ. സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ താരമാണ്. അദ്ദേഹം എന്തായാലും 100% ഉറപ്പായിട്ടും മെഗാ ഓപ്ഷനിൽ ഉണ്ടായിരിക്കും. തുടർച്ചയായിട്ട് ഇപ്പോൾ ഒരു ഓവറിൽ 6 ബോളാണുള്ളത്. ഈ 6 ബോൾ 150-ൽ കൂടുതൽ വേഗതയിൽ എറിയാൻ കെൽപ്പുള്ള ഒരു താരമാണ് ഉമ്രാൻ മാലിക്. അദ്ദേഹത്തിന് ഒരേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹം എറിയുന്ന ലൈൻ ആൻഡ് ലെങ്ത്ത് അത് കൺസിസ്റ്റൻ്റായിട്ട് അദ്ദേഹത്തിന് എറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. അത് മാത്രമല്ല നല്ല ആക്യുറസി കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഉമ്രാൻ മാലിക് ഇന്ത്യയുടെ തന്നെ ഒരു മികച്ച ഫാസ്റ്റ് ബോളറായിട്ട് മാറേണ്ടുന്ന ഒരാളാണ്. അപ്പം ഇത്തരത്തിലൊരു പ്ലെയറെ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ കയ്യിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ മോൾഡ് ചെയ്യുന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും യാതൊരു വിധത്തിലുള്ള സംശയമില്ല. കാരണം പല പ്ലെയേഴ്സും മറ്റ് ടീമുകളിൽ മോശം പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടും ചെന്നൈ സൂപ്പർ കിങ്സിൽ വരുമ്പം ഒരു 2.0 വേർഷൻ നമ്മളെപ്പോഴും കാണുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ ഉമ്രാൻ മാലിക്കിനെ ടീമിലേക്ക് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ബോളിങ്ങിൻ്റെ എന്താ പറയുക, ഒരു കുന്തമനയായി മാറാൻ വേണ്ടിയിട്ട് ഉമ്രാൻ മാലിക്കിന് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ 12 താരങ്ങളിൽ ഏത് താരങ്ങളെ വെച്ച് നിങ്ങളൊരു കോംബോ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും മികച്ചൊരു കോംബോ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പം മദീഷ പതിരാന, അദ്ദേഹത്തോടൊപ്പം നടരാജനും കൂടി ചേരുകയാണെന്നുണ്ടെങ്കിൽ 2 യോർക്കർ സ്പെഷ്യലിസ്റ്റുകൾ ടീമിലേക്ക് നമുക്ക് കിട്ടുന്നതാണ്. അദ്ദേഹത്തോടൊപ്പം ഭുവനേശ്വർ കുമാർ കൂടി ചേരുകയാണെന്നുണ്ടെങ്കിൽ പവർ പ്ലേ നമുക്ക് വെരിഞ്ഞു കെട്ടാൻ സാധിക്കും. അതുപോലെ തന്നെ അശ്വിൻ ഹസരംഗ കോംബോ ഇവരും വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് 3 സ്പിൻ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. കാരണം ജഡ്ഡും ഉണ്ട് ഓൾറെഡി. ഒരു ലെഗ് സ്പിന്നും കിട്ടും, നമുക്കൊരു ഓഫ് സ്പിന്നും കിട്ടും. പോരാത്തതിന് 2 പേരും ബാറ്റ് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ അതായത് സമീപകാലങ്ങളിൽ CSK നമുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും. അതായത് ബോളിംഗ് ഒരു ശരാശരി ബോളിംഗ് ആണെന്നുണ്ടെങ്കിൽ പോലും ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ കൂടുതൽ ബാറ്റിംഗ് ഡെപ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് CSK എപ്പോഴും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോഴും അശ്വിൻ ഹസരംഗ കോംബോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബാറ്റിംഗ് ഡെപ്ത്ത് ഒന്നുകൂടി നമുക്ക് കൂട്ടാൻ സാധിക്കും. അപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് ഈ വരുന്ന മെഗാ ഓപ്ഷനിൽ ഈ പറയുന്ന താരങ്ങളെ
അവർക്ക് വേണ്ടിയിട്ട് ബിഡ് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു CSK ആരാധകൻ എന്നുള്ള രീതിയിൽ ഞാൻ വളരെ ഹാപ്പി ആയിരിക്കും. ഇനി നിങ്ങൾക്കും ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പ്ലെയർ നമ്മുടെ ടീമിലേക്ക് വന്നാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്ക് എത്തിക്കുക. ഒപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും നിങ്ങളിലേക്ക് എത്തുന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. അപ്പം നന്ദി, മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.